ഷൈബു മഠത്തിൽ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളിൽ നേരത്തെ തന്നെ പരാതിയുണ്ട്. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന് തന്നെ പരാതിയുണ്ട്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന തീരുമാനത്തെ എങ്ങനെയാണ് കാണുന്നത്? നോക്കൂ സ്മൃതി, ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ 17 ഫോം 17C അതിൻ്റെ ആവശ്യം എന്താണ്, ഉദ്ദേശം എന്താണെന്നുള്ളതാണ്. നമ്മൾ ഓരോ ദിവസവും തെരഞ്ഞെടുപ്പ്, ഓരോ പോളിംഗ് ദിനവും കഴിയുമ്പോൾ പോളിംഗ് ശതമാനങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. അതേപ്പറ്റി മാധ്യമങ്ങളിൽ ചർച്ചയൊക്കെ വിശകലനങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ആകെയുള്ള തെരഞ്ഞെടുപ്പ് സംവിധാനം, അതിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്ത്യ വളരെ വലിയൊരു രാജ്യമാണ്. ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. വളരെ വിസ്തൃതമായ, എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ പോലും പോളിംഗ് ബൂത്തുകളുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് സേഫ് ഗാർഡ്സ്, ഈ സിസ്റ്റമിക് സേഫ് ഗാർഡ്സ് ഉണ്ടാവണം. എവിടെയും ഒരു പ്രശ്നം ഉണ്ടാവാത്ത തരത്തിൽ ഒന്നിലധികം സേഫ് ഗാർഡ്സ്, റിഡൻഡന്റ് ആയി സേഫ് ഗാർഡ്സ് ഉണ്ടാവണം. അതിൽ ഒരു സേഫ് ഗാർഡാണ് ഈ പറയുന്ന എത്ര വോട്ടിങ്ങിന്റെ ടോട്ടൽ കൗണ്ട്, ഒരു വോട്ടിംഗ് മെഷീനിൽ വീണ വോട്ടിങ്ങിന്റെ ടോട്ടൽ കൗണ്ട്, അത് നമ്മൾ ഫൈനൽ നമ്പറുമായിട്ട് ഒത്തു നോക്കുമ്പോൾ ശരിയാവണം എന്നുള്ളത്. അതായത് നമ്മൾ അടച്ചുപൂട്ടി വെച്ച മെഷീനിലെ കൗണ്ട് എത്രയാണോ, നമ്മളത് തുറന്ന് നാളെ ജൂൺ 4 വോട്ട് എണ്ണുമ്പോൾ ഈ കൗണ്ടിൽ ഒരു എണ്ണത്തിന്റെ വ്യത്യാസം പോലും ഉണ്ടാവരുത്. ഉണ്ടായാൽ അതൊരു സംശയകരമായ സാഹചര്യമാണ്. അത് പരിശോധിക്കപ്പെടണം. എന്തെങ്കിലും തരത്തിലുള്ള ടാമ്പറിങ്ങോ മാനിപ്പുലേഷനോ നടന്നോ എന്നുള്ളതിന് പരിശോധിപ്പിക്കണം. അതിനാണ് നമ്മൾ ഈ കഴിഞ്ഞ 70-75 വർഷക്കാലം കൊണ്ട് നമ്മുടെ നിയമങ്ങളിൽ പലതവണയായി കൂട്ടിച്ചേർക്കപ്പെട്ട സേഫ് മെഷേഴ്സ് ആണ് ഇത് മുഴുവൻ. അപ്പോൾ അങ്ങനെ ഒരു സേഫ് ഗാർഡിന്റെ പ്രാധാന്യം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. കാരണം ഈ നമ്പേഴ്സ് ഉറപ്പായും എപ്പോഴും ടാലി ആയിരിക്കണം. അവിടെ ഒരു പെശക് വരികയാണ്. അതായത് തെരഞ്ഞെടുപ്പ് ദിവസം പുറത്തു വരുന്ന കണക്കിൽ നിന്ന് വ്യത്യസ്തമായി ഒരാഴ്ചയോ ഏതാനും ദിവസങ്ങളോ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന ആകെ കണക്ക് പരിശോധിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ 11 ദിവസം കഴിഞ്ഞ്, രണ്ടാം ഘട്ടത്തിൽ 4 ദിവസം കഴിഞ്ഞ് കണക്കുകൾ വന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ഈ പറയുന്ന ഇപ്പൊ നാളെ 6ാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കഴിഞ്ഞ 5 ഘട്ടം തെരഞ്ഞെടുപ്പുകളിലും പോളിംഗ് ശതമാനം പൊതുവെ കുറവായാണ് മിക്കവാറും ഘട്ടങ്ങളിൽ സംസ്ഥാനങ്ങളിൽ കാണപ്പെട്ടത്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാനം ഇപ്പൊ പുറത്തുവിട്ട കണക്കനുസരിച്ച് ചിലയിടത്ത് 5%, 10%, 11% വരെയൊക്കെ വർധനവ് വരികയാണ്. അപ്പം എവിടെയാണ് ഈ വ്യത്യാസം വന്നത് എന്ന് ആദ്യം സംശയം തോന്നേണ്ടത് ആർക്കാ? പൊതുജനങ്ങൾക്കല്ല, രാഷ്ട്രീയ പാർട്ടികൾക്കല്ല. ആദ്യം സംശയം തോന്നുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഓൺ ചെയ്യുന്നത് അവരാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് കൃത്യമായി നടക്കുന്നു എന്ന് വരുത്തേണ്ട ഉത്തരവാദിത്വമുള്ളത്. അപ്പൊ അവരാണ് ഇതിൽ ഞെട്ടലുണ്ടാവേണ്ടത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥർ കാണിക്കുന്നത് പോലെ ഒരു ഡിഫൻസ് ആണ്. അതായത് ഒരു കുഴപ്പവുമില്ല എന്നുള്ള തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നല്ല, മറിച്ച് ജനങ്ങളെ വിശ്വസിപ്പിക്കേണ്ട ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആകെ കൂട്ടിക്കിട്ടിയ കണക്കിൽ എവിടെയാണ് വ്യത്യാസം വന്നത് എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ടാണ് ഫോം 17C പുറത്ത് വിടണം. ഓരോ ബൂത്തിലെയും നമ്പറാണല്ലോ. എല്ലാ ബൂത്തുകളിലെയും നമ്പർ കൂട്ടുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടിയ നമ്പർ കിട്ടിയെങ്കിൽ നേരത്തെ പുറത്തു വന്ന കണക്ക് കൊടുക്കുന്നുണ്ട്, ജനത്തിന് മുന്നിൽ കൊടുക്കാൻ പറ്റില്ല എന്നതാണ് ചട്ടം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പറയുന്നുണ്ട്. അതില് ഒന്നാമത്തത് സ്മൃതി, ഇന്നത്തെ കേസ് എന്ന് പറയുന്നത് ഒരു അവധിക്കാല ബെഞ്ചിന് മുന്നിലാണ്, ഒരു 2 അംഗ അവധിക്കാല ബെഞ്ചിന് മുന്നിലാണ് വന്നത്. സാധാരണ 2 വിഷയങ്ങളാണ്. ഏറ്റവും പ്രധാനം, തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 70 വർഷമായുള്ള ശീലമാണ്, തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിലുണ്ടാവുന്ന തർക്കങ്ങളിൽ പിന്നെ കോടതികൾ ഇടപെടാറില്ല. അത് ഒരു കൺവെൻഷനായി ഫോളോ ചെയ്തു പോകുന്ന കാര്യം. അത് ഒന്നാമത്തെ കാര്യം. 2, ഇതിന്റെ മെറിറ്റിലേക്ക്, ഈ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് പിന്നെ ഈ ബെഞ്ച് കടന്നിട്ടില്ല. മറിച്ച് നേരത്തെ ശ്രീ MR അഭിലാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിന്റെ ഫൈനൽ പ്രയർ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ഈ 2 ഹർജിക്കാർ ഇന്ററിം ആപ്ലിക്കേഷനായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അത് സുപ്രീം കോടതി ഒരു വിധി പറയുകയാണെങ്കിൽ അതിന്റെ ഫൈനൽ പ്രയർ സാധിച്ചു, ആ ഹർജി തീർപ്പാക്കി എന്നുള്ളതാണ്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ച 2 വാദങ്ങളാണ് ഏറ്റവും പ്രധാനം. അതിലൊന്ന് ഈ പറയുന്നത് ഇത് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കേണ്ട ഒരു കണക്കല്ല, പോളിംഗ് ഏജന്റുമാർക്ക് മാത്രമാണ് കൊടുക്കേണ്ടത്. ഒന്ന്. രണ്ടാമത്തെ അവർ പറയുന്നത് ഇതിന്റെ മാൻ പവർ ആണ്. അതായത് ഇത്രയധികം 10 ലക്ഷത്തിലധികം ഫോം 17C അപ്ലോഡ് ചെയ്യാനുള്ള മാൻ പവർ നിലവിലില്ല എന്നുള്ളതാണ്. ഇതിലെ രണ്ടാമത്തത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയം. പക്ഷെ ഒന്നാമത്തെ കാര്യത്തിൽ
തെരഞ്ഞെടുപ്പിലെ ഡോക്യുമെന്റ്സ് പബ്ലിഷ് ചെയ്യുന്നത് സംബന്ധിച്ച്, അതിന്റെ കോപ്പി എടുക്കുന്നത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ തന്നെ 93 സെക്ഷൻ 93 സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത് ആ ഭാഗമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സാങ്കേതിക തടസ്സം പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ അത് തടയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ പക്ഷം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.